ഇന്നലെ ഒരു KSRTC റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ, സ്ത്രീകളുടെ ഫ്രീ ആയിട്ടുള്ള യാത്ര. ഇതിപ്പോൾ ഇന്നലെ പുറത്തു വന്നൊരു വീഡിയോ ആണ്. ഒരു സ്ത്രീ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നതും അവരെന്തുകൊണ്ടോ ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട്. ഒരു സ്റ്റോപ്പിൽ, പെർട്ടിക്കുലർ സ്റ്റോപ്പിൽ വണ്ടി നിർത്തണമെന്ന് പറഞ്ഞ് ഡ്രൈവറോടും കണ്ടക്ടറോടും. അതിനെ തുടർന്ന് അവർ പ്രൊവോക്ഡായി സൈഡ് ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുന്ന ഒരു വിഷ്വലാണ്. ഇതിൽ ആ സ്ത്രീയുടെ ഡ്രസ്സിങ് നോക്കിയിട്ടുള്ള കുറേ കോമൻറ്റുകൾ വന്നതായിട്ട് കണ്ടു. അവരുടെ ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഈ വീഡിയോ കാണാത്തവരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഇവിടെ എന്തായാലും സൈഡിൽ പ്ലേ ചെയ്യാം. ഇതിൽ കുറച്ചധികം കാര്യങ്ങൾ ഹാപ്പനിങ് ആണ്. നിങ്ങൾക്ക് ഇവിടെ ഷോപ്പ് ഉണ്ടായിട്ട് തിരക്കും. ഷോപ്പില്ല ഇതിന്. വണ്ടി സ്റ്റേഷനിലേക്ക് പോകണം. സ്റ്റേഷനിലാക്കി വണ്ടിയുടെ ഗ്ലാസ് അടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. വണ്ടിക്ക് ഷോപ്പിൽ നിർത്താവുള്ളൂ. ഓക്കെ, ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ. ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഒന്ന്, ഈ KSRTC ബസ്സിൽ CCTV ക്യാം ഉണ്ട്. അതിൽ റെക്കോർഡിംഗ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. എന്താണെങ്കിലും ഈ ബസ്സിൻ്റെ കണ്ടക്ടറിൻ്റെ ബാക്കിലിരുന്ന ഒരു യാത്രക്കാരനാണ് ഈ ലേഡിയുടെ വീഡിയോ, ഈ വിഷ്വൽ എടുത്തിട്ടുള്ളത് എന്നുള്ളത് എവിഡൻ്റ് ആണ്. കാരണം കണ്ടക്ടർ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പോഴത്തേക്ക് യാത്രക്കാരൻ ബാക്ക് എന്ന് പറയുന്നുണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് എന്നുള്ളത്. ആ വീഡിയോ ആണ് പുറത്ത് വന്നിട്ടുള്ളത്. അപ്പം അത് അയാൾ തന്നെ സ്വന്തം പ്രൊഫൈലിൽ ഇട്ടതാണോ അതോ ഇത് പ്രൈവറ്റ് ബസ്സിൻ്റെ ഏതോ ഒരു പേജിൽ വന്നതാണ് ഈ ലേഡി പറയുന്നത്. പക്ഷെ ഞാൻ കണ്ടത് ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രൊഫൈലിലാണ് ആദ്യം ഇന്നലെ ഈ വീഡിയോ വന്നതും എനിക്കത് ഒരുപാട് പേര് ഷെയർ ചെയ്ത് തന്നതും. വോട്ടെവർ, ഈ CCTV ക്യാം KSRTCയുടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ ഈ ലേഡി ക്ലെയിം ചെയ്യുന്നത് ഇവർക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു അർജൻറ്റ് സിറ്റുവേഷൻ വന്നതുകൊണ്ട് ഇവർ പാനിക്കായിട്ട് ഇവർ നിർത്താൻ പറഞ്ഞപ്പോൾ വണ്ടി നിർത്താത്തൊരു സിറ്റുവേഷനിൽ അതിൻ്റെ സൈഡ് ചില്ലടിച്ച് പൊട്ടിച്ചു എന്നാണ്. ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, എനിക്ക് പേഴ്സണലി കണക്റ്റായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ അറിവിൽ ഓക്കെ, ഞാനൊക്കെ യാത്ര ചെയ്യുന്ന ബസ്സുകളാണെങ്കിലും നമ്മളുടെ ഒക്കെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ആളുകൾ എല്ലാവരും യൂസ് ചെയ്യുന്ന പ്രൈവറ്റ് ഓർ KSRTC ബസ്സുകളിലൊക്കെ ടോയ്ലറ്റ് പോകാൻ അർജൻറ്റാന്ന് പറഞ്ഞാൽ നിർത്തി കൊടുക്കാത്തതായിട്ടുള്ള ഡ്രൈവർമാരോ കണ്ടക്ടർമാരോ ഒന്നും ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. അത്രയും സാഡിസ്റ്റ് ആയിട്ടുള്ള ആളുകളൊന്നും അല്ലടേ മനുഷ്യന്മാർ.
അത് എസ്പെഷ്യലി ഒരു ലേഡി പോയിട്ട് പറയുകയാണ് എനിക്ക് അർജൻറ്റായിട്ടൊന്ന് വാഷ്റൂമിൽ പോകണം. അത് ഇങ്ങനെ പബ്ലിക്കായിട്ട് വിളിച്ചടുത്ത് പറയേണ്ട കാര്യവുമില്ല. ജസ്റ്റ് ആ കണ്ടക്ടറുടെ അടുത്ത് പോയിട്ട് ചേട്ടാ എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തി കൊടുക്കുന്ന ആളുകളാണ്. പിന്നെ ഇവർ ഓക്കെ പാനിക്കായി നിർത്താൻ പറഞ്ഞിട്ട് നിർത്തിയില്ല. ഒരു തരം ഈഗോ ഇവർക്ക് എവിടെയോ വർക്കൗട്ട് ആയിട്ടുണ്ട്. കാരണം ഇവർ നിർത്താൻ പറഞ്ഞിട്ട് നിർത്തിയില്ലല്ലോ വണ്ടി. ഫോൺ എടുക്കുന്നു, എഗെയിൻ പ്രൊവോക്ക് ചെയ്യുകയാണ്. കണ്ടക്ടറെ പ്രൊവോക്ക് ചെയ്യുന്നു, ഡ്രൈവറെ പ്രൊവോക്ക് ചെയ്യുന്നു. അതിൻ്റെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനുമാണ്. ഈ ലേഡി അവിടെ ഈ ക്യാമറ എടുത്തിട്ട് നേരെ ചെല്ലുന്നത് ഡ്രൈവറെ വായൻ്റെ വിളിക്കാം. എങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവർ കണ്ണ് തെറ്റിച്ച് കഴിഞ്ഞാൽ അതൊരു ഡേഞ്ചർ സിറ്റുവേഷനാണ്. അപ്പം അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഓക്കെ, ഇനി ഈ ലേഡിയുടെ എക്സ്പ്ലനേഷൻ ഇപ്പോൾ മീഡിയയിലുണ്ട്. അതിനു മുമ്പ് ഇന്നലെ ഇവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനകത്ത് പോസ്റ്റ് ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോറി ഞാനിവിടെ വയ്ക്കാം സൈഡിൽ. ഞാൻ അവരുടെ പ്രൊഫൈൽ എവിടെയും വിസിബിൾ ആക്കുന്നില്ല. ഇമ്പോർട്ടൻറ്റ് റിഗാർഡിംഗ് ദ KSRTC ഇൻസിഡൻറ്റ് ദാറ്റ് ഈസ് നൗ ബീയിങ് സർക്കുലേറ്റഡ് എവ്രിവെയർ. I would like to make my side clear once and for all. I was in a very panicked and pressured situation at that moment because I urgently needed to get down due to a bathroom emergency. In that state of panic, I genuinely did not know what else to do except use the emergency exit. And things unfortunately escalated from there. I am not trying to justify my mistake. And I had already apologized for what happened on the same day itself. ഒരു 5 ദിവസം മുമ്പ് നടന്ന കാര്യം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. The issue was resolved peacefully and officially on that day itself. Both the conductor and driver were cleared from the issue. And I was also made to delete the video from my phone at that time. An amount of 28,000 was paid by me for the glass damage. And the matter was closed then and there. So kindly request everyone to please stop oversharing, reposting, forwarding, discussing or repeatedly sending these videos and messages to me anymore. The continuous online bullying, trolling and hate are deeply affecting me mentally. Please let the matter rest and do not contact me or ask me anything ഫർദർ റിഗാർഡിങ് ദിസ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് അവർ ഇന്നലെ അവരുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്ത ഒരു സ്റ്റോറിയാണ്. ഓക്കെ, ഇതിൽ അവർ 28,000 രൂപ അടച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഒരു വിഷയം പോലീസ് സ്റ്റേഷനിലാവണം സെറ്റിലായതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവരെ ഫോണിൽ നിന്ന് അവർ ഷൂട്ട് ചെയ്ത വീഡിയോ അവർ ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ എല്ലാ കാര്യവും പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ ഡൗട്ട്ഫുൾ ആയിട്ട് ഇപ്പോഴും ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യന് ടോയ്ലറ്റിൽ പോകാൻ മുട്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അത് ആ മനുഷ്യനെ പറയാൻ പറ്റും. ഒരാൾക്ക് മുട്ടിക്കഴിഞ്ഞാൽ അയാൾ മുട്ടി എന്ന് പറഞ്ഞാൽ മുട്ടി അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോയിട്ട് ഏതെങ്കിലും കണ്ടിട്ട് അങ്ങനെ മുട്ടുന്നവനാണോ മുട്ടാത്തവളാണോ എന്ന് പറയാൻ പറ്റില്ല. ഡ്രസ്സിങ് കണ്ടിട്ട് ഇതിപ്പോൾ ഫെൻഡിയുടെ ബാഗും തെണ്ടിയുടെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റുകളുണ്ട്. അതും പറയാൻ പറ്റില്ല. ഒരു മനുഷ്യൻ്റെ ഡ്രസ്സിങ് നോക്കിയിട്ട് അവൻ ഈഗോ ആണ്, ജാടയാണ് എന്നൊക്കെ പറയുന്ന സൊസൈറ്റിയിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അതിലൊരു മാറ്റം വരണം എന്നുള്ളതാണല്ലോ ഞാനടക്കമുള്ളവർ. ഞാനൊക്കെ അങ്ങനെയാണ് എപ്പോഴും ചിന്തിക്കാറ്. പിന്നെ കാണുന്ന സമയത്ത് ടാറ്റു അടിച്ചിട്ടുണ്ട്, കളറ് മുടി എല്ലാം കൂടി കൂട്ടി നല്ല കഞ്ചാണല്ലോ എന്ന് ചോദിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഇവിടെ ഉള്ളത്. ഞാനത് അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം ഞാനൊക്കെ വന്നിരുന്ന് ഞാൻ മാത്രമല്ല കേട്ടോ, ഞാൻ ബാക്കി ഈ വിഷയത്തിൽ സംസാരിക്കുന്നവരോടോ പറയുന്നത്, നിങ്ങൾ അവരുടെ ബാഗ് കണ്ടിട്ടോ അവരുടെ ഔട്ട്ലുക്ക് കണ്ടിട്ടോ അവരൊരു ഓവർ ഹെഡ് കണ്ടിട്ടോ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ കണ്ടിട്ടോ ഇതെന്താണോ ഫെൻഡിയുടെ ബാഗ് വെച്ച് തെണ്ടിയുടെ സ്വഭാവം കാണിക്കുന്നത് എന്നുള്ള ചോദ്യം നിങ്ങൾ ഒഴിവാക്കുക. മനസ്സിലായില്ലേ? അവർ ഔട്ട്ലുക്കിലല്ല, അവർ ഈ പറഞ്ഞ എന്താ പറയുക, ഒരു മനുഷ്യൻ്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്ക് അറിയാത്തൊരു കാര്യമാണ്. അത് വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാനും പാടാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇനി ഇതിങ്ങനെ ആയി, അവർക്ക് ആ സ്ഥലത്ത് നിർത്തണം. അവർക്കിപ്പോൾ ഒരു ലുലു മോളിൽ ഇറങ്ങാനാണോ അല്ലെങ്കിൽ ആ സ്റ്റോപ്പിൽ ഇറങ്ങാനാണോ ഒരു ആവശ്യം കൊണ്ട് അവർ പറഞ്ഞത്, പിന്നെ അവരിപ്പോൾ ഒരു വിഷയമായപ്പോൾ ഇനി അത് ടോയ്ലറ്റിൽ പോണതാക്കിയതാണോ എന്നുള്ളതൊക്കെ പറയാം. അങ്ങനത്തെയൊക്കെ POVs വെക്കാം. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഇപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന സൈബർ ബുള്ളിങ് ഈസ് എക്സ്ട്രീം. ഞാനിവിടെ സൈഡിൽ കുറച്ച് അധികം കോമെൻറ്റുകൾ വെക്കാം. ഓക്കെ, ഇതിനകത്തൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനീ ബസ്സിൽ കയറി സൂപ്പർ ഫാസ്റ്റ് ബസ്സിലാണോ കയറേണ്ടത്, നിനക്ക് ഇതിൻ്റെ സ്റ്റോപ്പുകൾ അറിയാൻ പാടൂ, അല്ലെങ്കിൽ നിൻ്റെ ഡ്രസ്സിങ്ങും നിൻ്റെ ഈ ഇതും കണ്ടിട്ട് അവിടെയൊക്കെ നിർത്തിത്തരേണ്ട കാര്യമുണ്ടോ? എഗെയിൻ 2-2.5 ലക്ഷം രൂപയുടെ ബാഗ് കയ്യിൽ വെച്ചിട്ടാണോ നീ കടന്നിട്ട് തെണ്ടി സ്വഭാവം കാണിക്കുന്നത്? അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഒരു സൈഡിൽ ഇത് നടക്കുമ്പോൾ ഇതെടുത്ത് കച്ചവടമാക്കാൻ വേറെ കുറേ ഈ ബാഗ് വിൽക്കുന്ന ടീംസ് ഇറങ്ങിയിട്ടുള്ള വിഷ്വൽസ് കണ്ടു.
അതിൻ്റെ കൂട്ടത്തിൽ തന്നെ DYFI നേതാവിൻ്റെ ഭാര്യയാണ് ഇവൾ എന്നുള്ളൊരു ഒരു തരത്തിലുള്ള ഒരു സ്കീം കുറേ ആൾക്കാർ ഇറക്കുന്നതായിട്ട്, അത് വസീഫിൻ്റെ വൈഫാന്ന് പറഞ്ഞുള്ള ഒരു സാധനമൊക്കെ ഇറക്കി വിട്ടത് കണ്ടു കുറേ ഫേസ്ബുക്ക് പേജുകൾ. അങ്ങനെയൊന്നും അല്ല, ഇവരൊരു MC ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഭീകരമായിട്ട് ആക്റ്റീവ് അല്ല. ഈവൻ ഈ ലേഡിയെ ഷിംജിതയായിട്ട് വരെ കണക്ട് ചെയ്തിട്ട് കുറേ KSRTC ലാസ്റ്റ് ഷിംജിത ഇഷ്യൂ അറിയില്ല നിങ്ങൾക്ക്, ആ മറന്നിട്ടില്ലല്ലോ, ആ ഇഷ്യൂവിൽ ഷിംജിതയായിട്ട് വരെ കണക്ട് ചെയ്ത് കുറേ പേര് സംസാരിക്കുന്നതായിട്ട് കണ്ടു. ഞാൻ പറഞ്ഞു ഇതിന്ന് 2-3 കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാം. ഒന്ന്, ഒരു സ്ഥലത്ത് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ ടോയ്ലറ്റിൽ പോകാനുണ്ടെങ്കിൽ അത് പറയണം, അത് പറയുക എന്നുള്ളത് ഒരു ബേസിക് കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മനുഷ്യന് ബാത്റൂമിൽ പോകാൻ മുട്ടിക്കഴിഞ്ഞ് നിർത്തി കൊടുക്കാത്തവരായിട്ടുള്ള ഒരു കണ്ടക്ടർ ഡ്രൈവറൊന്നും KSRTCയിലല്ല പ്രൈവറ്റ് ബസ്സിലുള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. അത് അവർ ചെയ്തില്ല. 2, പ്രൊവോക്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വീണ്ടും ഓവർ പ്രൊവോക്ഡ് ആയിട്ട് വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് കാണിച്ചു തരാമെന്നുള്ള ആ സ്കീമിലൊക്കെ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും കാര്യങ്ങൾ എസ്കലേറ്റ് ആവുകയുള്ളൂ. ഈ 2-3 കാര്യങ്ങൾ ആരാണെങ്കിലും പഠിച്ചിരുന്നാൽ നല്ലത്. ഓക്കെ, പാനിക് ആവുന്ന സിറ്റുവേഷൻ ആയിരിക്കാം, ചിലപ്പോൾ നമുക്ക് ആ സിറ്റുവേഷനിൽ നമ്മളെ കൺട്രോൾ പോണതായിരിക്കാം. ബട്ട് സ്റ്റിൽ കാണിക്കേണ്ടതും പറയേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ചെയ്യേണ്ടത് മാത്രം ചെയ്യാം. അതൊരു ബേസിക് സാധനമാണ്. അത് എന്താ പറയുക, നമ്മൾ പഠിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റണം. ആൻഡ് കമൻറ്റ് ബോക്സിൽ അഗെയിൻ സൈബർ ബുള്ളിങ് ചെയ്യുന്നവരോട് ഇപ്പോൾ ഈ ലേഡിക്ക് പറയാനുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കേൾക്കാം. സ്റ്റോറിക്ക് ഉപരി ഇവരുടെ അടുത്ത് നിന്ന് എല്ലാ മെയിൻ സ്ട്രീം ചാനലുകളും ചെന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ ഒരു വേർഷൻ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഇത് മാതൃഭൂമിക്ക് കൊടുത്ത ബൈറ്റിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ ആദ്യം തന്നെ എന്തായാലും ഒരു കാര്യം പറയാം. അവരുടെ അടുത്ത് ഞാൻ ഈ ഒരു പ്രശ്നത്തിന് ഞാൻ ഓൾറെഡി മാപ്പ് പറഞ്ഞതാണ്. ഇതിനുള്ളൊരു ഫൈനും നമ്മൾ കെട്ടിവെച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അത് ജസ്റ്റിഫൈ ചെയ്യല്ല. ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു പാനിക് ഫ്രസ്ട്രേഷനിൽ പറ്റിപ്പോയൊരു അബദ്ധമാണ്. അപ്പം ഞാൻ ഒരിക്കലും ഇതിനെ ഓവറായിട്ട് ജസ്റ്റിഫൈ ചെയ്ത് എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്നോ അതൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു എമർജൻസി സിറ്റുവേഷനിൽ പറ്റിപ്പോയിട്ടുള്ളൊരു അബദ്ധമാണ്. അപ്പോൾ അതിനുള്ള ഫൈനും ഞാൻ ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു. ഈ പ്രശ്നവും സോൾവ് ആയിട്ടുള്ളതായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് 5ാമത്തെ ദിവസമാണ് വീഡിയോ വരുന്നുണ്ടായിരുന്നത്. അപ്പം ഞാനിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സൈബർ ബുള്ളിങ് ആണ്. ഈ ഒരു കേസിനെ ഇവർ പലതുമായിട്ടും കോറിലേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിട്ട വസ്ത്രവും അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതുമെല്ലാം വെച്ചിട്ട് അവർ ജഡ്ജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ് ഇപ്പം സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പം അവർക്ക് ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് ബസ്സിലെന്ന് സംഭവിച്ചത്? ഇത്രയും പ്രകോപനം ഉണ്ടാകാൻ എന്താ കാരണം? ബസ്സിൽ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു ഒന്ന് നിർത്തി തരാൻ വേണ്ടി. എവിടെ വെച്ചാ ബസ് കയറിയത്? ഞാൻ കോട്ടയ്ക്കൽ വെച്ചിട്ടാണ് ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോഴിക്കോടേക്കാണ് ടിക്കറ്റ് എടുത്തത്. ഞാൻ കോഴിക്കോട് ഇറങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് ഇവിടെ ഒന്ന് നിർത്തി തരുമെന്ന് ചോദിച്ചു. ലുലുവിൻ്റെ സൈഡിൽ നിർത്തി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ലുലുവിൽ അവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നാൽ മിംസിൻ്റെ അവിടെ നിർത്തി തരും, അതൊരു സ്റ്റോപ്പാണല്ലോ, അങ്ങനെ നിർത്തി തരാൻ പറ്റുമോ? അപ്പോഴും പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറ്റില്ലെന്ന് കുറേ പ്രാവശ്യം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഇത് എമർജൻസി എക്സിറ്റ് യൂസ് ചെയ്യുക, അല്ലാണ്ട് വേറെ നിവർത്തിയില്ല എന്നുള്ള രീതിയിൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോളൂ എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പം ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയായിരുന്നു, വേറെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു സപ്പോർട്ട് ഇല്ലാത്തൊരു രീതിയിലാണ്. അപ്പം നമ്മുടെ മൈൻഡ് പെട്ടെന്ന് ട്രിഗറായിട്ട് എന്താണെന്നുള്ളൊരു ഇതിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇതിൽ ഇവർ പറഞ്ഞല്ലോ മൈൻഡ് ട്രിഗറായി ഒറ്റയ്ക്ക് യാത്ര ചെയ്യാണ്. അങ്ങനത്തെ ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇവർ വിട്ടുപോയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒറ്റയ്ക്ക് സഞ്ചരിച്ചാലും ഇവർക്ക് അതിന് ഒറ്റയ്ക്ക് സഞ്ചരിക്കാനുള്ള കച്ചുള്ളതുകൊണ്ടായിരിക്കണമല്ലോ KSRTC ബസ്സിൽ ഇവർ കയറിയത് തന്നെ കോട്ടയ്ക്കിൽ നിന്ന് കോഴിക്കോടേക്ക്. ഒറ്റയ്ക്ക് വിട്ടുപോയപ്പോൾ പാനിക്കായി എന്നുള്ളത് ഐ ഡോണ്ട് നോ. എനിക്കത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മേ ബി സ്റ്റിൽ അവർ പറയുന്നത് ശരിയായിരിക്കും, അവർ പാനിക്കായതായിരിക്കും. ലുലുവിനെ അവിടെ നിർത്താൻ പറഞ്ഞതും മേ ബി വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം. മനസ്സിലായോ? വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് അവർക്ക് പെട്ടെന്ന് ഇതായപ്പോൾ അവർക്ക് ലുലു കണ്ടപ്പോൾ അല്ലെങ്കിൽ ലുലു എത്താനായി എന്നുള്ള തോന്നൽ വന്നപ്പോൾ നിർത്താൻ പറഞ്ഞതായിരിക്കണം. ബട്ട് സ്റ്റിൽ എല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് എന്തോ ഇത് കവർ ചെയ്യാൻ വേണ്ടി അവർ പറയുന്നൊരു ഫീലിംഗ് ഉണ്ട്. ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ബട്ട് ഇത് എന്ത് പറഞ്ഞാലും അവരുടേതാണ് തോന്നില്ല. അവർക്ക് മുട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് മുട്ടി, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാനില്ല. പിന്നെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വേറൊരു സൈഡ് പറയുന്നവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബസ് ഓടിക്കുന്ന ചേട്ടനൊരു എത്ര നേരം വേണം ഒരാളെ ഒരു സ്റ്റോപ്പിൽ ഒന്ന് ചവിട്ടി ഇറക്കാൻ?
ഒരു 10 സെക്കൻഡ് 5 സെക്കൻഡ് സമയം പോരെ. അപ്പോൾ അങ്ങനെ ഇറക്കിയിരുന്നെങ്കിൽ ഈ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. അതൊരു ലേഡി കൂടിയല്ലേ. അപ്പോൾ അവരെ ഒരു 3 സെക്കൻഡ് 5 സെക്കൻഡിൽ ആ ഒരു സ്പോട്ടിൽ ഇറക്കി വിട്ടാൻ ഉള്ളൊരു മനസ്സെന്തുകൊണ്ട് ഡ്രൈവർ കാണിച്ചില്ല അല്ലെങ്കിൽ കണ്ടക്ടർ കാണിച്ചില്ല എന്നുള്ളൊരു ചോദ്യം പലരും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നതായിട്ട് കണ്ടു. ശരിക്കും പ്രൈവറ്റ് ബസ്സല്ല, ഇത് KSRTC ആണ്. അവർക്ക് ഓരോ സ്ഥലം, അവർക്ക് പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. പിന്നെ ഒരാൾക്ക് നിർത്തി കൊടുത്തത്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരാൾക്ക് ഒരു റീസൺ ഇല്ലാതെ നിർത്തി കൊടുക്കുന്നതായിട്ട് ബാക്കി യാത്രക്കാർ കണ്ടു കഴിഞ്ഞാൽ ആ ബസ്സിലെ എല്ലാ യാത്രക്കാരും അവരെ ചോദ്യം ചെയ്യും. എന്നാൽ പിന്നെ എല്ലാവർക്കും അതേപോലെ സ്വന്തം വീടിൻ്റെ മുന്നിൽ അവർക്ക് തോന്നിയ സ്ഥലത്ത് ഇറങ്ങിയാൽ പോരെ എന്നുള്ളൊരു ചോദ്യം ഫേസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കണ്ടക്ടറും ഡ്രൈവറും മാറും. ഈ ലേഡിയുടെ അടുത്ത് തന്നെയാണ് എൻഡ് ഓഫ് ദ ഡേ മിസ്റ്റേക്ക് ഉള്ളത്. പിന്നെ എമർജൻസി ഡോറെന്നോ എമർജൻസി സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യം. നിങ്ങൾക്ക് വാഷ്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ അത് പറയാൻ പറ്റുന്ന, നിങ്ങൾക്കതൊരു എമർജൻസി സിറ്റുവേഷനാണ്, നിങ്ങൾക്കത് പറയാൻ പറ്റണം, കൺവേ ചെയ്യാൻ പറ്റണം. അതാദ്യം പഠിക്കണം. ഇതൊന്ന് ആദ്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ചളിപ്പ് വിചാരിച്ചിട്ടോ മാനക്കേട് വിചാരിച്ചിട്ടോ നമ്മളത് 4 ആൾ അറിയുമല്ലോ അല്ലെങ്കിൽ വേറെ ആൾ പറയണല്ലോ എന്നുള്ളതൊന്നും നമ്മൾ ആലോചിച്ച് നിൽക്കരുത്. നമ്മൾ പറയണം. നമ്മളെ ചുറ്റുപാടുള്ളത് അത്ര പൊട്ട മനുഷ്യന്മാരൊന്നുമല്ല. എത്രയോ നല്ലവരായ മനുഷ്യരുടെ കൂട്ടത്തിൽ 1-2 പൊട്ട ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ നല്ലവരായ മനുഷ്യർ ചുറ്റുമുള്ള സമയത്ത് നിങ്ങൾക്ക് വണ്ടി നിർത്തിത്തരും, അല്ലാതെ നിങ്ങൾക്ക് നിർത്തി തരാതെ പോകുന്നില്ല. അതിനുവേണ്ടി നിങ്ങൾ എമർജൻസി സിറ്റുവേഷൻ ആണെന്ന് അവരോട് പറഞ്ഞു എന്നൊക്കെ ഉള്ളത് ആ വീഡിയോയിലില്ല. അങ്ങനത്തെ ഒരു വേർഷനൊന്നും ഇല്ല. നിങ്ങൾ ഡയറക്റ്റ്ലി ആ സാധനം എടുക്കുന്നു, ഒരു ചെറിയ ഹാമർ ഉണ്ട് ഇത് ബ്രേക്ക് ചെയ്യാൻ, എമർജൻസി സിറ്റുവേഷനിൽ ഗ്ലാസ് ബ്രേക്ക് ചെയ്യാൻ, അത് എടുക്കുന്നു, അടിക്കുന്നു. ഒരു കൈൻഡ് ഓഫ് ഈഗോ തന്നെയാണ് അവിടെ വർക്കൗട്ട് ആയത്. മനസ്സിലായില്ല? അപ്പോൾ വണ്ടി എനിക്ക് നിർത്തി തന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രഷർ ഉണ്ടല്ലോ, അതാണ് അവിടെ നിങ്ങൾക്ക് ട്രിഗർ ആയത്. കമൻറ്റ് ബോക്സിൽ ട്രിഗർ ആയത് നിങ്ങളുടെ ഇംഗ്ലീഷ്, നിങ്ങളുടെ ഓവർ ഹെഡ്, നിങ്ങളുടെ ഫെൻഡിയുടെ ബാഗ്, നിങ്ങളുടെ ഡ്രസ്സിങ്, നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങൾ വീഡിയോ എടുത്ത് അവരെ ഷൂട്ട് ചെയ്ത്, ഇതൊക്കെയാണ് വീഡിയോയിൽ ട്രിഗർ ആയതും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ സൈബർ ബുള്ളിങ്. അതിനിപ്പോൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാനില്ല, കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല. പിന്നെ ഈ വീഡിയോ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഡിലീറ്റ് ചെയ്ത് സെറ്റിലാക്കി വിട്ടു എന്ന് പറയുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത ചേട്ടൻ, കണ്ടക്ടറുടെ ബാക്കിലിരുന്ന വ്യക്തി അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയില്ല. ആക്ച്വലി ആ വ്യക്തിക്കെതിരെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ശരിക്കും നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ പോകേണ്ടത്. കാരണം ആ വ്യക്തിയാണ് നിങ്ങളെ ഈ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർക്ക് ഇത് അറിയിക്കാനും, സെറ്റിൽമെൻ്റ് ആയി എന്നുള്ളത് അറിഞ്ഞോ അറിയാതെയാണോ ആ വ്യക്തി ചെയ്തതെന്നുള്ളത് ഇനിയിപ്പോൾ ആ വ്യക്തിയുടെ വേർഷൻ ആയിരിക്കാം. കാരണം ആ വ്യക്തി നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ചിലപ്പോൾ അറിഞ്ഞു കാണില്ല, ഈ വിഷയം എന്തായി എന്നുള്ളതിനെ കുറിച്ച് അയാൾക്ക് ഒരു ക്ലാരിറ്റി കാണുന്നുണ്ടാവില്ല. അയാൾ അന്നേ ദിവസം അത് ഷൂട്ട് ചെയ്തു, അയാളുടെ കയ്യിൽ അതുണ്ടായിരുന്നു, അയാൾ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അത് പോസ്റ്റ് ചെയ്തു. മേ ബി അതായിരിക്കും അയാളുടെ വേർഷൻ. പക്ഷേ ഇങ്ങനൊരു സാധനം സെൻസിറ്റീവാണിത്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ആൻഡ് അത്രയും എന്താ പറയുക കാര്യഗൗരവമുള്ള ഒരു വിഷയം എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് ആ ഒരു ഡിപ്പോയിൽ ആ വണ്ടിയിലെ കണ്ടക്ടറെ വിളിച്ചിട്ട് ഡ്രൈവറെ വിളിച്ചിട്ട് ഇതേത് രീതിയിൽ സെറ്റിലായി എന്നുള്ളതും കൂടി ചോദിച്ച് മനസ്സിലാക്കേണ്ടത് ആ വീഡിയോ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്ത വ്യക്തി തന്നെയായിരുന്നു. അത് അയാൾ ചെയ്തിട്ടുമില്ല. ബാക്കി കേൾക്കാം. അപ്പം അങ്ങനെയാണ്. എമർജൻസി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായതാണ്. അതായത് ഞാൻ ടോയ്ലറ്റ് പോകാനുള്ള എമർജൻസി. അപ്പോൾ ഇതിന് ഒരുപാട് ബാഡായിട്ടുള്ള കമൻസ് വന്നിട്ടുണ്ട്. വളരെ ബാഡായിട്ടുള്ള കമൻസാണ് വന്നിട്ടുള്ളത്. പക്ഷേ പ്രശ്നമല്ല, കാരണം ഇപ്പം എന്തായാലും എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതിയായിരിക്കും. ഓരോരുത്തരെ നമ്മൾ സിറ്റുവേഷൻ പോലും മനസ്സിലാക്കാണ്ട് പലതും പറയാൻ അവർക്ക് കിട്ടിയാൽ മതിയായിരിക്കും. അപ്പം ഞാൻ ആ ഒരു സിറ്റുവേഷൻ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. എനിക്ക് എമർജൻസി ആയിട്ടൊന്ന് ഇറങ്ങണമെന്നാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ബസ്സിൽ തന്നെയുള്ള ഹാമർ എടുത്തിട്ട് ചില്ലടിച്ച് തകർക്കാം എന്ന് തോന്നാൻ എന്താ കാരണം? അത് അങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ വിചാരിച്ച് വന്നിട്ടുള്ളൊരു കാര്യമല്ല. ആ ഒരു മൊമെൻറ്റിൽ സംഭവിച്ചു പോയിട്ടുള്ളതാണ്. ഒരിക്കലും ഓക്കെ എന്നത് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്നുണ്ടായതല്ല. എമർജൻസി ഡോർ തുറന്നിട്ട് പുറത്തേക്ക് പോകാനാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയാണ് ഞാൻ ആ ഒരു മൊമെൻറ്റിൽ എന്താണ് നമ്മൾക്ക് ചെയ്യാന്നുള്ളൊരു പെട്ടെന്ന് ഐഡിയ കിട്ടാത്തതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും ബസ് അവിടെ നിർത്തിയില്ല? ഇല്ല, നേരെ ടെർമിനലിലേക്കാണ് പോയതല്ലേ? KSRTC സ്റ്റാൻഡിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ വെച്ചിട്ട് പോലീസ് വന്നു. പോലീസിൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം പിന്നെ അവർ നടക്കാവ് സ്റ്റേഷനിലോട്ടേക്ക് പോയി, വീണ്ടും അത് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലോട്ടേക്ക് പോയി. അവിടെ നിന്നാണ് നമ്മളിത് ഫൈനെല്ലാം അടച്ചിട്ടുണ്ടായിരുന്നത്. എത്ര രൂപ അടച്ചു? 28,000 രൂപ. 28,000 രൂപ അടച്ചിട്ടുണ്ട്. അതായത് ഈ ഗ്ലാസിന്റെ പൈസയും ഗ്ലാസ് തകർത്തതിന്റെയും ഇപ്പൊ ഈ ബസ്
കട്ടപ്പനയിൽ നിന്ന് മാനന്തവാടിയിലേക്ക് പോകുന്നതാണ്. തുടർ ട്രിപ്പും മുടങ്ങി. അതെ അതെ. അപ്പം അതിൻ്റെ രണ്ടിൻ്റെയും ഫെയർ ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ പേ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് എൻ്റെ അടുത്തു നിന്നുള്ള അപ്പോളജി ലെറ്ററും അവർ വാങ്ങിയിട്ടുണ്ട്. ഞാനും അപ്പോളജി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ വെച്ചാണോ ഈ പ്രശ്നം പരിഹരിച്ചത്? അതെ അതെ. അപ്പം എൻ്റെ സൈഡിൽ നിന്നുള്ള കംപ്ലീറ്റ്ലി അപ്പോളജി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതുമാണ്. അതായത് ഞാൻ മാപ്പ് പറഞ്ഞ് അവരുടെ അടുത്ത് ആ ലെറ്റർ ഞാൻ ഒഫീഷ്യലി ആയിട്ടും അൺഒഫീഷ്യലി ആയിട്ടും എഴുതി കൊടുത്തതാണ്. അപ്പം എഴുതി കൊടുത്തതിൻ്റെ ശേഷം എൻ്റെ കയ്യിൽ നിന്നുള്ള എല്ലാ എവിഡൻസും അവർ തന്നെ നമ്മളെടുത്തു നിന്ന് അത് ഒഴിവാക്കിയതുമാണ്. അപ്പോൾ അതിൻ്റെ ശേഷം ഇതുപോലൊരു സൈബർ ബുള്ളിങ്ങോ അറ്റാക്കിൻ്റെ ആവശ്യം വരുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ലുക്കിനെ പറ്റി പറയുന്നുണ്ട്. ഞാൻ ഒരു ആങ്കറാണ്. അപ്പോൾ ഞാൻ അന്നൊരു വർക്കിന് വേണ്ടിയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ വർക്കിന് പോകുന്ന സമയത്ത് അതർ നോയ്സ് കേൾക്കാതിരിക്കാൻ ഞാൻ ഹെഡ്ഫോൺ യൂസ് ചെയ്ത് ഞാൻ എൻ്റെ ഒരു സാധനം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അത് ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യേണ്ട കാര്യമാണെന്ന് എനിക്കറിയില്ല. ദൃശ്യങ്ങളിൽ മുംതാസും അങ്ങോട്ട് വീഡിയോ എടുക്കുന്നുണ്ട് ജീവനക്കാരുടെയൊക്കെ. അത് പിന്നീട് പുറത്തു വിട്ടോ? ഇല്ല, ഞാൻ വിട്ടിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ആ വീഡിയോ അവർ കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സൈഡിൽ നിന്നുള്ള കംപ്ലീറ്റ് സാധനം ക്ലിയർ ചെയ്ത് അപ്പോളജി പറഞ്ഞ് അവരുടെ സൈഡ് ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ അവരെയും കുറ്റം പറയല്ല, എന്നെയും ജസ്റ്റിഫൈ ചെയ്യല്ല, പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അവർക്ക് ഫൈനലി പറയാനുള്ള അവരുടെ ആ ഒരു കാര്യങ്ങൾ. പേഴ്സണലി അവർക്ക് വാഷ്റൂമിൽ പോകാൻ മുട്ടി എന്നുള്ളത് തന്നെയാണ് അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. ബട്ട് ചെയ്ത കാര്യങ്ങൾ ഇപ്പം ഈ പറഞ്ഞ പോലെ അവരതിൽ മാപ്പ് എഴുതി കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ സെറ്റിലായി, അതെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി ആരും ഇങ്ങനത്തെ പ്രവർത്തികൾ ചെയ്യാതിരിക്കുക. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അല്ലെങ്കിൽ വേറെ ആരാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പം ഇതേപോലൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വാഷ്റൂമിൽ പോകണമെന്ന് തോന്നി, നിങ്ങളത് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന മനുഷ്യന്മാരാണ് ചുറ്റുമുള്ളത്. ഓക്കെ, കളിയാക്കലുകൾ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്നൊരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ, ബിക്കോസ് ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിൽ തന്നെ നമ്മളൊരു ഷോപ്പിംഗ് മോളിൽ പോയാലോ, നീ ഒന്നും വേണ്ട ഒരു കാർ പോകുന്ന വഴിക്കാനിടയിൽ ബാത്റൂം മുട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ കളിയാക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് നമ്മളെ ഇടയിൽ. ഇല്ലയെന്ന് ഞാൻ പറയില്ല ഒരിക്കലും. ബട്ട് സ്റ്റിൽ ബസ്സിനകത്തൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ജോബ് ചെയ്യുന്നൊരു വ്യക്തി സ്ത്രീയും കൂടി ആകുമ്പോൾ അവർ വന്നിട്ട് പറയുക ചേട്ടാ ഒന്ന് നിർത്തിത്തരാം, നമ്മൾ നിർത്തിത്തരും. അതൊരു എന്താ പറയുക കളിയാക്കൽ രീതിയിലേക്കൊന്നും മാറിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ പോവായിരിക്കാം, ചിലപ്പോൾ പോയില്ലായിരിക്കാം. ബട്ട് സ്റ്റിൽ നിർത്തി കൊടുക്കാത്ത ആൾക്കാരൊന്നും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. അതവർ ചെയ്തില്ല. എഗെയിൻ അവർ കണ്ടക്ടറേയും ഡ്രൈവറേയും പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ക്യാമറ എടുക്കുന്നു, അവരെ അടുത്ത് ഭയങ്കര ക്ലോസ് ആയിട്ട് കൊണ്ടുപോകുന്നു. അതൊക്കെ ട്രിഗർ ചെയ്തു ആ സിറ്റുവേഷനിൽ. എന്ത് ചെയ്യാനാ, സിറ്റുവേഷനിൽ അത് സംഭവിച്ചു. അവർക്ക് അങ്ങനെ പാനിക്കായിട്ട് അവർ ചെയ്തു. അതിനുള്ളൊരു എന്താ പറയുക ഭാഗമായിട്ട് റിപ്ലൈ ആയിട്ട് അല്ലെങ്കിൽ അവർ ചെയ്ത പ്രവൃത്തിയുടെ പരിഹാരമായിട്ട് 28,000 രൂപ അവർ കടക്കേണ്ട അവസ്ഥ വന്നു. ഒരു കമൻറ്റിൽ പറഞ്ഞ പോലെ ഫ്രീ യാത്ര സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ ഇനി ഈ സ്ത്രീ എത്ര ഫ്രീ യാത്ര ചെയ്തിട്ടാണ് ഇത് മൂന്നാക്കുക എന്നുള്ളത് നമുക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ പോലെ കുറേയൊക്കെ കമൻറ്റ്സ് കോമഡിയാണ്. കുറേയൊക്കെ കമൻറ്റ്സ് അവരെ ഭയങ്കരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഡ്രസ്സിങ് ആണെങ്കിലും അവരെന്നെ പറയുന്നുണ്ട് അവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും. അവർ വർക്കിന് പോയിരുന്നു, ഡ്രസ്സിങ് കണ്ടിട്ട് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഡ്രസ്സ് ചെയ്ത ഒരാൾ ഇപ്പോൾ കാഴ്ചയിൽ ഒരു എബോവ് ആവറേജ് അപ്പർ ക്ലാസ് ലിവിങ് സ്റ്റൈലുള്ള ഒരാളാണ് എന്ന് തോന്നിക്കുന്ന ബ്രാൻഡഡ് സാധനങ്ങൾ കയ്യിൽ വെച്ചിട്ടുള്ളൊരു വ്യക്തിക്ക് KSRTC ബസ്സിൽ പോകാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. പോവാലോ. അവരുടെ ലുക്ക് വെച്ചിട്ടും അവരുടെ ഡ്രസ്സ് വെച്ചിട്ടും അവരുടെ ഇംഗ്ലീഷ് വെച്ചിട്ടൊക്കെ അവരെ ജഡ്ജ് ചെയ്ത് കളിയാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഓക്കെ, ഇത് അറിഞ്ഞുകൊണ്ട് വൈറലാവാൻ വേണ്ടി ഇത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തൊരു പരിപാടിയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പൊളിഞ്ഞു പോകേണ്ട ഒരു ഐറ്റമാണ്. ഇവരിത് വെച്ചിട്ട് വലിയ രീതിയിൽ മുതലെടുക്കാനും നോക്കിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ കോള്. കാരണം അവർ തന്നെ അവരുടെ ഉള്ള പ്രൊഫൈൽ തന്നെ എങ്ങനെയോ എന്താ പറയുക ഫ്രീസ് ആക്കിയിട്ടിരിക്കുകയാണ്. ആകെ ഒരു സ്റ്റോറി മാത്രമാണ് അവർ ആ പ്രൊഫൈലിൽ ഇട്ടിട്ടുള്ളത്. അവരുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ അതർ പോസ്റ്റുകളുടെയൊക്കെ കമൻറ്റ് ബോക്സിനകത്ത് അതിഭീകരമായിട്ടുള്ള സൈബർ ബുള്ളിങ് നടക്കുന്നുണ്ട്. ഇവരുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന പേജുകളിലും അതിഭീകരമായിട്ടുള്ള സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് എടുത്ത് പറയാനുള്ള വേറൊരു കാര്യം, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരു സിറ്റുവേഷൻ റിയാക്ട് ചെയ്താൽ ഉണ്ടാവുന്ന ഒരു വ്യത്യാസം ഇതിനകത്ത് ഭയങ്കരമായിട്ട് കാണാൻ പറ്റും. അത് നമ്മൾ സൊസൈറ്റി തന്നെ ഒന്നൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഒരു ആണാണ് ഈ സിറ്റുവേഷനിൽ ഇതുപോലെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചെന്നുണ്ടെങ്കിൽ പൊട്ടിച്ച് തിരിഞ്ഞ പാടെ കണ്ടക്ടറിൻ്റെ ചോളടിച്ച് പൊട്ടിച്ചിട്ടുണ്ടാവും, അട്ടി കിട്ടിയിട്ടുണ്ടാവും. നാളെ ഒരു ആൺകുട്ടിക്ക് വന്നിട്ട് ഇതേപോലെ ഇപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞ പോലെ ബാത്റൂമിൽ പോകാൻ മുട്ടിയതുകൊണ്ട് ഞാനങ്ങനെ ചെയ്തു എന്നുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ ഇപ്പോൾ കുറേ ആൾക്കാർ, ഇപ്പോൾ ഞാനടക്കം സംസാരിക്കുമ്പോൾ മേ ബി അവരുടെ ഭാഗം അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടി എന്ന് പറഞ്ഞാൽ പോടാ കള്ള ഈ അവനെ കവറപ്പ് ചെയ്യാൻ ആ രീതിയിലാണ് നിങ്ങളെ തള്ളി പറയുന്നൊരു സിറ്റുവേഷൻ സൊസൈറ്റിയിലുണ്ട് ഇല്ലേ. അത് പറയാതെ പോകാൻ പറ്റില്ല എനിക്ക്. ഞാൻ അതും കൂടിയും പറയണം. കാരണം പറയുമ്പോൾ എല്ലാ മനുഷ്യരുടെ കാര്യം പറയാം, ആണിൻ്റെ പെണ്ണിൻ്റെ ഒക്കെ കാര്യം പറയണം. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു വെച്ചത്. സോ ഇതാണ് പെൺകുട്ടി ആ ഒരു അവസ്ഥയിൽ പെട്ടതുകൊണ്ട് അവരത്
ചെയ്തു പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതെടുത്ത് വെച്ച് ഞാൻ പറഞ്ഞല്ലോ അവരെ ഹരാസ് ചെയ്യാതിരിക്കുക, അവരെ ബുള്ളി ചെയ്യാതിരിക്കുക, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇതിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ എവിടെയാണെന്നുണ്ടെങ്കിലും ഇതേപോലെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആൾക്കാരോടൊന്ന് പറയുക. പറഞ്ഞിട്ടും നിങ്ങൾക്ക് കളിയാക്കലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊട്ടിത്തെറിച്ചോ. അങ്ങനെ കളിയാക്കൽ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളതാണ്, അതാണ് മാറുന്ന സൊസൈറ്റിക്ക് അതാണ് ഒരു കറക്റ്റ് മെത്തേഡ് എന്നുള്ളത്. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. പിന്നെ പ്രൊവോക്ഡ് ആയി കഴിഞ്ഞാൽ ചുറ്റുപാടും നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഓഡിറ്റും ഇല്ലെങ്കിൽ നമ്മൾ എയറിൽ പോകും. പിന്നെ ഇത് ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്ത ചേട്ടൻ, ആ ചേട്ടനാണ് ഭീകരൻ. അങ്ങനെ ലേഡീൻ്റെ ഇതെല്ലാം പോയി, ഇതെല്ലാം സെറ്റിലായി 5 ദിവസം കഴിഞ്ഞിട്ട് ആശാൻ ഇത് എടുത്തിട്ടല്ലോടെ കൊള്ളാം.